सॉरी भैया നമ്മളെ പൊക്കി എടാ എന്നെ പൊക്കിടാ എല്ലാം ഭയ്യ കള്ളൻ 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 ആ എന്ന് പറഞ്ഞൊരു എന്തോന്നാണ് അതിനകത്ത് നോക്കണേ. അത് ഈ കടയില എടുത്തിട്ട് പ്രോഗ്രാം വന്നോ നിങ്ങളെ? കണ്ണൂര് കോഴിക്കോട് ഗുരുവായൂരല്ലേ? ഓക്കെ ഓക്കെ ചാവ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേപ്പാളൊന്നും കയറാൻ പറ്റണ്ട. നമ്മൾ ദിലീപേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ദിലീപേട്ടൻ്റെ ഫ്ലാറ്റിലായിരുന്നു താമസം. ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തു. ചണ്ഡീഗഡിൽ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഒരു ചെറിയൊരു സംഭവമുണ്ട്. ചണ്ഡീഗഡ് ആപ്പാട് ഇത് മാത്രമേ കാര്യമായിട്ട് കാണാനുള്ളൂ. ഇവിടെ ഇതൊരു ഫോറസ്റ്റിനകമാണ്. ഇത് ചണ്ഡീഗഡ് സിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. ഒരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ മാപ്പ് നോക്കി വന്നിട്ട് റോക്ക് ഗാർഡൻ എന്നാട്ടോ പേര്. മാപ്പ് നോക്കി വന്നിട്ട് ഇതിൻ്റെ എൻട്രി ഇല്ലാത്ത ഒരു ഗേറ്റിൻ്റെ മുമ്പിലാണ് വന്നത്. ഇവിടെ വന്നിപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ ഇതിലെ അവർ അകത്തേക്ക് കയറ്റത്തില്ല. കാരണം അകത്തേക്ക് കയറാൻ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ എൻട്രി ഉള്ള ഗേറ്റ് അപ്പുറമാണ്. അപ്പോൾ അവിടെ പോയി എടുത്താലേ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് ഇപ്പോൾ പോസ്റ്റായിട്ട് നിൽക്കുക. നമ്മൾ പോവാ എങ്ങോട്ടാ? ഇതിലെ കയറ്റാനോ? എന്നാ നീ നോക്കി നോക്ക്. ദേ മേക്കിനോട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താടാ നിനക്കോ? ആഹാ എന്നാ നീ കയറിക്കോ. ഞാൻ അപ്പുറത്തൂടെ കയറി വരാം. നിനക്ക് ഫ്രീ ആണോ? ആണോ? അപ്പോൾ ഞങ്ങൾ മെയിൻ എൻട്രൻസിന് അവിടെ വന്നിട്ടോ. ഇത് വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിച്ചത് ചെറിയ സെറ്റപ്പാണ്, പക്ഷെ അങ്ങനെയല്ല. ഇത് ഭയങ്കര സെറ്റപ്പാണ്. ഇഷ്ടം പോലെ വണ്ടികളും ഇഷ്ടം പോലെ ആൾക്കാരുമാണ്. ഞാൻ വിചാരിച്ച ലോക്കല്, ഞാൻ വിചാരിച്ച ഒരു പാർക്കല്ലേ, കുറച്ച് പേരൊക്കെ വരുന്നുണ്ടാവും എന്നുള്ള വിചാരിച്ചത്. ഇതുണ്ടല്ലോ സൈക്കിള്. ഇവിടുത്തെ സ്മാർട്ട് ബൈക്ക് എന്ന് പറഞ്ഞ സൈക്കിൾ ഉണ്ടോ? റെന്റിന് എടുക്കുന്നത്. നമ്മൾ മറ്റേ ഓലയൊക്കെ പോലെ ഇത് സ്കാൻ ചെയ്ത്, ഇതിൽ ആപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് എടുക്കുമായിരിക്കും നമുക്ക് കറങ്ങാനൊക്കെ. നിനക്ക് വേണമെങ്കിൽ എടുത്ത് പോയിക്കോ, എടുത്തുകൊണ്ടേ പോയിക്കോ. അതുപോലെ ഇവിടെ ബൈക്കൊക്കെ വെക്കാൻ കണ്ടില്ലേ? കറക്റ്റ് ഓരോ വണ്ടികൾ വെക്കാനുള്ള പാർക്കിങ്ങിനുള്ള കാര്യങ്ങൾ. അതുപോലെ താഴെയാണ് കാറുകൾ, വലിയ ബസ്സുകൾ കാര്യങ്ങളൊക്കെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ? ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഏകദേശം 5000 പേരൊക്കെയാണ് ഒരു ദിവസം വരുന്നതെന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ ഈ സ്മാർട്ട് ബൈക്ക് എവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ GPS-ൻ്റെ കാര്യങ്ങൾ, ലൊക്കേഷൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ സെക്ടറിൽ കിട്ടും, എവിടെയൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയൊരു മാപ്പൊക്കെ വെച്ചിരിക്കുന്നതാണ്. സൈക്കിളിൻ്റെ ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ്. നിനക്ക് ഫ്രീ ആവൂലേ? ഇത് കാണുമ്പോൾ ഫ്രീ ആണോ ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരാ. ഇങ്ങനെയാണ് പേയ്മെന്റ് എടുക്കണ്ടേ. ഇത് ഫ്രീ ഒന്നും ആവൂല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ. കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ 1 മീറ്റർ വിട്ട് നിന്ന് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് 30 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയും. അപ്പോൾ ഇതാണ് റോക്ക് ഗാർഡൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം കേട്ടോ. ഇത് ചുറ്റിനും കവാടം ഇങ്ങനെയാണ്. നമ്മൾ അവിടെ പോയെടുത്ത് കണ്ടായിരുന്നു. ചുറ്റിനും അങ്ങനെ തന്നെയാണ്. മാസ്ക് വേണം. ടിക്കറ്റ് എടുക്കാൻ നേരത്ത് മാത്രം മാസ്ക് വേണം. എനിക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ, ഇവരെ എടുത്തിട്ടില്ല. നീ ഫ്രീ ആയിട്ട് കയറിക്കോളൂല്ലേ? ഇല്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പോയി കയറിക്കോളൂ. അതുപോലെ ഇവിടെ കൊറോണേൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഗ്രൂപ്പായിട്ടുള്ള എൻട്രിയോ കാര്യങ്ങളൊന്നുമില്ല. മാക്ക് കയറാൻ പോകുന്നുണ്ട്. പോയി നോക്കാം നമുക്ക്. ആ സൈഡിൽ ഒരു ഒട്ടകമൊക്കെ നിൽപ്പുണ്ട്. ബാക്ക് ഫ്രീ ആയിട്ട് കയറി കേട്ടോ. അങ്ങനെതാ നമ്മൾ അകത്ത് കയറി. അവിടെ നിൽക്കിയേ. അവനോട് ടിക്കറ്റും ചോദിച്ചില്ല, മാസ്കും ചോദിച്ചില്ല. എന്നോട് മാസ്ക് വരെ വെക്കാൻ പറഞ്ഞു. വഴി മാറുന്നു പറഞ്ഞ പോലെ. നേക്ചന്ദ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് പേരുണ്ട് കേട്ടോ. അതായത് ഈ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ക്ലപ്ചറുകളില്ലേ, ഇതുപോലെ ഇങ്ങനെ പാറ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നേക്ചന്ദ് എന്ന് പറഞ്ഞ ആൾ പണ്ട് ആരും അറിയാണ്ട് ഫോറസ്റ്റിനകത്ത്, ഏകദേശം 20ഓളം ഏക്കറുള്ള ഈ ഫോറസ്റ്റിനകത്ത് ആരും അറിയാണ്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിത് കാണാൻ പോകുന്നത്. 20 ഏക്കർ. 200 ഏക്കറോ? നടക്ക് 20 ഏക്കർ നമ്മൾ കണ്ടു തീർക്കും. 20 ഏക്കർ മൊത്തമൊന്നുമില്ല. ഇതെന്താ സംഭവം ശരിക്കും പറയടാ? ഇതൊക്കെ കാണാനുള്ളതാ. ഇതെന്താ പാറ കൊണ്ട് ഉണ്ടാക്കിയാണോ?
തൊട്ട് നോക്കൊന്നും വേണ്ട. ഇത് ടൈലാണ്. ഇതൊക്കെ അയാൾ ഉണ്ടാക്കിയാണോ എന്ന് അറിയില്ല കേട്ടോ. അയാളുണ്ടല്ലോ കുറെ വേസ്റ്റുകൾ ഉണ്ടല്ലേ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ടൈല്, അതുപോലെ ഓരോരോ വേസ്റ്റ്, വീടിന്റെ വേസ്റ്റുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയതാ. അയാൾക്ക് പത്മശ്രീ വരെ കിട്ടി ഇതുണ്ടാക്കിയതിന്. അയാൾ ഈ ഫോറസ്റ്റിനുള്ളിൽ സംഭവം ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലം, 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ഫോറസ്റ്റുകാരൊക്കെ അറിയുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ഇതൊക്കെ പൊളിക്കാൻ നോക്കിയപ്പോൾ നാട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുമായിരുന്നു. അങ്ങനെയാണ്. അയാൾക്ക് പിന്നെ ഇതിന്റെ പേരിൽ പത്മശ്രീ വരെ കിട്ടി. പത്മശ്രീയോ പത്മഭൂഷണോ അങ്ങനെ എന്തൊക്കെയോ കിട്ടി. ഏതാ കിട്ടിയത് അതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ അയാൾ ഉണ്ടാക്കിയാണോന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ചരിത്രം, ഒരു സംഭവമാണ്. ഇവിടെ ഈ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി. ഇതിങ്ങനെ ഓരോരോ ഏരിയകളാട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ എഴുതി വരുന്നുണ്ട് ചന്ദാൻ്റെ ചാണ്ടിഗഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ദ മേക്കിംഗ് ഓഫ് ചാണ്ടിഗഡ് പ്രൊവൈഡ് ദ സൈറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് വെച്ചിട്ട് ഓൺ ക്യൂരിയേഷൻ സിറ്റീസ് പീപ്പിൾ ഗവൺമെൻറ് ഹാവ്. ആദ്യം ഇതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. nekchand.com നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ ഇവിടുത്തെ ഭിത്തിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തോ ഇലക്ട്രോണിക് വേസ്റ്റുകളാണെന്ന് തോന്നുന്നു. അതോ ടൈലോ അങ്ങനത്തെ എന്തോ സാധനങ്ങളാണ് വീടിൻ്റെ ഒക്കെ. അതന്നെ, ഇതൊക്കെ ഇലക്ട്രിക് വേസ്റ്റാ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കുക, അതൊരു സംഭവം വേറെ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് ഓരോരോ സംഭവം ഓരോ സൈഡിലും ഓരോന്നാ. അതുപോലെ ഇവിടെ കുടം വെച്ചിട്ട് ഒരു സംഭവം ഇതുണ്ടല്ലേ ഈ സൈഡിൽ. തട്ടിട്ടാലോ താഴെ പറഞ്ഞാരോ പൊട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇവിടത്തെ കണ്ടില്ലേ ചെറിയ കല്ല് വെച്ചിട്ട് ഉള്ളൊരു മതിലാട്ടോ. അത് കല്ല് പറക്കി അടുക്കി വെച്ചേക്കുക, തൊട്ടാ പൊടിഞ്ഞു പോകും. മറ്റേ ജെയിംസിന്റെ പരസ്യം പോലെ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി എല്ലാം കൂടെ പൊടിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് എന്താ ഇത്, സിമെന്റ് അല്ലല്ലോ ആണോ? എന്തോ സിമെന്റും ഉണ്ട്. ഇതൊക്കെ പിന്നെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. കുറെ കൊല്ലം 19 കൊല്ലം മുന്നത്തെ സംഭവങ്ങൾ ഇതെല്ലാം. ആൾക്കാർ സ്ഥിരം ഉള്ള സ്വഭാവം പോലെ ഓരോ ഭിത്തിയിൽ എഴുതാതിരിക്കാനൊക്കെ അവിടെയൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭിത്തിയാലൊന്നും എഴുതരുതെന്ന് പറഞ്ഞിട്ട്. സംഭവം ഭയങ്കര നീറ്റാട്ടോ. അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഹട്ട് കാണാം കേട്ടോ, മണ്ണും കൊണ്ട് കൊണ്ടാക്കിയ. ഇവിടുത്തെ ഒരു കല്ലേൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആ നേക്ചന്ദ് എന്ന് പറയുന്ന ആളുടെ ഈ സമയത്ത് ഇവിടെ ഈ പണിയും കാര്യങ്ങളും നടക്കുമ്പോൾ അയാൾ ഉണ്ടാക്കിയ ഒരു ഹട്ടാണ്. എന്താ ഇതിനുള്ളിലുള്ള ഒന്നും കാണാനൊന്നുമില്ല, കയറി നോക്കുകയാണെങ്കിൽ. എന്നാ പോരെ, അവരൊക്കെ നോക്കുന്നത് ഈ ആരാണ്. എന്താ നമ്മളത് ആ ഹട്ടിൻ്റെ അങ്ങനെ മുകളിൽ വന്നു. ഇതൊക്കെ വാർത്തക്ക് കാടാ. എവിടെ നീ പോകുന്നത്? ഓ അത് വേറെ വഴിയല്ലേ അത് സംഭവം. നേക്ചന്ദ് പുള്ളിക്കാര് താമസിച്ച ഹട്ടാ അത്. അത് കണ്ടു. ഇതിപ്പോ എത്തി. അയ്യോ കണ്ടോ, പാവാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് കാണാൻ പറ്റൂല. എന്നാ ഇങ്ങോട്ട് പോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോകും. എടാ തിണ്ടി, എടാ എന്തിനാടാ താഴ്ന്നു വരുന്നേ? ഇതിങ്ങനെ സോറി ഭയ്യ. നമ്മളെ പൊക്കി. എടാ എന്നെ പൊക്കിടാ. ഈ സൈഡിൽ കണ്ടില്ലേ, അവൻ ഈ ഡോറിൻ്റെ അടിയിൽ കൂടെ പോകുന്നു. ഞാനത് കുറ്റി തുറന്നു, അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവരെല്ലാം കൂടെ പോകുന്നു. അവിടെ നോ എൻട്രി ആയിരുന്നു. ഈ ഒരു ഭാഗത്ത് കണ്ടു, നമ്മുടെ ഒരു 2 ആളുടെ ഹൈറ്റിൽ ഫുള്ള് ഈ കല്ലാട്ടോ, പാറ വെച്ചിട്ട് ഇതേപോലെ തന്നെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് സ്ഥലം? നീ അടി കൂടെ പോയപ്പോ ഞാൻ അതിലും വലിയ ബുദ്ധിക്ക് കളിച്ചു. പൊക്കിയാലിപ്പോ എന്താ, അവിടെ നോ എൻട്രി ആയിരുന്നു. നീയല്ലേ വഴിയുണ്ടെന്ന് പറഞ്ഞ ആദ്യം കയറി പോയത്. എനിക്കൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. പിന്നെ കണ്ട് ഈ ചെയ്യാതെന്നാ മതി, ഈ നേരായ വഴികളിലൂടെ പോയാൽ മതി. എനിക്കറിഞ്ഞാൽ വളഞ്ഞ വഴികളാണ് എന്നും ഇഷ്ടം. ഓ പൊളി വഴിയാട്ടോ ഇപ്പൊ അത്. കുളിക്കാത്ത കുളിച്ചോളും. നനഞ്ഞില്ലായിരുന്നു ചെറുതായിട്ട്. അയ്യോ ഇതൊക്കെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നല്ലേ ഇവിടെ ആ വഴി. റീസൈക്കിൾ ആണോ അല്ലേ? അറിയത്തില്ല, ഉണ്ടാക്കിയതാണെങ്കിൽ ചിലപ്പോൾ റീസൈക്കിൾ ആയിരിക്കും. അല്ല കേറി പോയി നോക്കിയാലോ? എങ്ങോട്ട് ഇതിന് മേലേക്കോ? അതിന് അടിയിൽ പോയി നോക്കിയാൽ പോരെ? ഈ വെള്ളം തിരിച്ചു പോകുന്നുണ്ടോ നോക്കിയാൽ പോരെ?
പിള്ളേരൊക്കെ നോക്കുന്നു. കുളിക്കല്ലേ മാറിയുന്നു. മാക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ളവരുടെ കട്ട തിരക്കും. ആരെങ്കിലും മാറിയാൽ മാത്രമേ ഫ്രീ ആയിട്ട് നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടത്തുള്ളൂ. ഫോട്ടോ എല്ലാവരെയും മാറ്റി എന്നിട്ട് അവിടെ നിന്നോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഗുഹ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടില്ലേ വാ. എന്താ നീ നനഞ്ഞല്ലോ ആകെ? എനിക്ക് വെള്ളം കാണുന്നത് നീ എന്നെ കളിയാക്കണം. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. അല്ല ഇതിപ്പോ റീസൈക്കിൾ ആയതാണ്. അത് നമുക്ക് അന്വേഷിക്കാം. അവിടെ ഇനിയുണ്ട് വെള്ളച്ചാട്ടം. അപ്പൊ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങിയുള്ള കാഴ്ച ഉണ്ടല്ലേ. എടാ ഇവിടെ കണ്ടോ പടം വരയ്ക്കുന്നത്. നമുക്ക് ലൈവായിട്ട് ഇപ്പൊ നമ്മുടെ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തു തരും. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലം. അതുപോലെ അവിടെ വേറൊരു വെള്ളച്ചാട്ടം. 30 രൂപ എന്ന് പറഞ്ഞാൽ 20 ഏക്കറുണ്ട്. ഇതിനുള്ളിൽ മൊത്തം കാണാനുണ്ട്. ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന അതെ ഇവന് ഫ്രീ ആണ്. റീസൈക്കിൾ ആണോ? റീസൈക്കിൾ ആണെന്നാണ് മാക്ക് പറയുന്നത്. അതുപോലെ അതായത് ഇവിടെ കണ്ടോ, ഇവിടെ അതിലും വലിയൊരു ചെറിയ വെള്ളച്ചാട്ടം മോഡൽ ഡു നോട്ട് ക്ലൈംബ് ഓൺ ദ വാൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേ കൂടെ കയറുന്നത് എല്ലാവരും. ഇവിടെ ഭയങ്കര ആളാട്ടോ. ഇത്തിരി അത് വേറെ നമുക്ക് പോവാം. അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓരോരോ സംഭവം ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. എല്ലായിടത്തും സംഭവം. അതന്നെ ഇതെപ്പോ കണ്ടു തീരുന്ന ഒരു പിടിയില്ല. ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. ഓപ്പണിങ് 8 മണി തൊട്ട്. അതെ ഇവിടെ വിന്റേഴ്സിലും സമ്മേഴ്സിലും 2 ടൈമുണ്ട്. 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ 7 മണി വരെ കണ്ട ഇവിടെ എൻട്രി ടൈം 30 രൂപയാണ് ഒരാൾക്ക്. അവര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാ. ഇവിടെ ചാണ്ടിഗഡ് ആയതുകൊണ്ട് പല ഭാഗത്തുനിന്ന് വരുന്നവർ, പഞ്ചാബ് ഹിമാചലൊക്കെ പോകാൻ വരുന്നവരൊക്കെ ഇവിടെ ചാണ്ടിഗഡ് വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം ഇവിടെ വരും കേട്ടോ. എന്താ അങ്ങോട്ട് വഴിയുണ്ടോ? ഓ ഇഷ്ടം പോലെ വഴിയാണ്. എന്നാ നടന്നോ. ബാഹുബലി ഒന്നും ആക്കണ്ട. ഇവിടെ ചറപറ വഴിയും ഇഷ്ടം പോലെ കാണും. ഇങ്ങോട്ട് കയറിയപ്പോൾ മനസ്സിലായി ഇത്രയും സംഭവം ഉണ്ടെന്ന് വിചാരിച്ചില്ല. വെറുതെ ഇങ്ങനെ നടന്നാണ്. ഇവർക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പേ ഭയങ്കര സംഭവമാണ്. നടന്നോ. എന്താണ് ഇവിടെ? ഇവൻ എന്തേ കണ്ട ഡോറിനകത്തോട്ട് അവിടെ എന്തോ എന്നിട്ട് വേണം അവരുടെ തെറി. ഇവ നീ കയറി പോവുകയും ചെയ്യും. അവസാനം തെറി ഞാനും കേൾക്കണം. വാ ഇനി ഞാൻ കയറുന്നില്ല. ഇത് ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം. അതുപോലെ ഇതിൻ്റെ മുകളിൽ കണ്ടില്ല ചെറിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള വീടുകളുടെ ഒരു ഷേപ്പിൽ ഒരുപാട് സംഭവം ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ചെറിയ വീടുകൾ. നിനക്ക് പറ്റിയതാ. നിന്റെ സൈസിന് പറ്റിയ വീടുകൾ. നിന്റെ സൈസിന് പറ്റിയ വീടുകളുണ്ട് ഇതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ. പക്ഷെ മേലേക്കൊന്നും നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളിത് മൊത്തം റൗണ്ടായിട്ടുള്ള വഴികളാട്ടോ. ഇപ്പോൾ കറങ്ങി നമ്മൾ ഇപ്പോൾ താഴെ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ മുകളിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് ആ ലേക്ക് നമ്മൾ പാലത്തിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറം കയറും. പിന്നെ തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ്. മാക്ക് അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഫോട്ടോ എടുപ്പാണ്. ഇപ്പോൾ വന്നതേ ഒരു സെക്ഷനാ. അതിപ്പോൾ കണ്ടു കഴിഞ്ഞു, റൗണ്ട് അടിച്ചു. അതുപോലെ ഇതിനപ്പുറവും അപ്പുറത്തെ സൈഡിലൊക്കെ ഇതേപോലെ പാലങ്ങളുണ്ടാവും. അങ്ങോട്ടൊക്കെ ഓരോരോ വഴികളുണ്ടാവും. പോയി നോക്കാം. വാ. മതിലെടുത്ത് ചാടണ്ട. നീ മതിലാടിയിട്ട് തെറിയേക്കുന്ന ഞാനാ വന്നേ. നിനക്കന്നെ ടിക്കറ്റ് പോലും ഇല്ല. നീ അതിക്രമിച്ച് കയറിയേക്കുന്ന. നിന്നെ പിടിച്ചാ നേരെ ജയിലാ. പിടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് പോലും കയ്യിലല്ലേ. ഇവിടെ വേറെ ക്യാമറയ്ക്കൊന്നും വേറെ പൈസയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇതുണ്ടാക്കിയ ആൾക്ക് ഏത് പുരസ്കാരാണെങ്കിലും അതിക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. ഇത് ഭയങ്കര ഇവിടുത്തെ ചണ്ഡീഗഡിലെ ഭയങ്കര ചരിത്രപ്രധാനം ഭയങ്കര സംഭവമാണിത്. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്താണ് ഈ കാണുന്നതല്ല. നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചൊക്കെ റെനോവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദേ അവരുടെ എവിടെ നീ എന്താ ആരെയാ നോക്കുന്നത്? എത്തിയൊക്കെ നോക്കുന്നു. ആരെയാ നോക്കുന്നത്? വാ അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയാലേ. വാ വാ. ഇതിന്റെ ബ്യൂട്ടി കാണാണ്, ആസ്വദിക്കുക. ഏതിന്റെ ബ്യൂട്ടി? വാ വാ വാ. നീ അധികം വളക്കണ്ട. ഇതേ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടം കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തി കറങ്ങി തിരിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിലെയാണ് പോകുന്നത്. സംഭവം മൊത്തത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ഫ്രെയിമുകളുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരോ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ മൂലയും കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ഗുഹ സെറ്റപ്പ്. ഇതിൻ്റെ മേലെയൊക്കെ കണ്ടില്ലേ
മേലേക്ക് എന്തോ തരത്തിലുള്ള കല്ലാട്ടോ, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത് തന്നെ. പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പേരും ഇതൊന്നും എഴുതരുതെന്ന്, ഭിത്തിയിൽ എഴുതി. എന്നാലും ആൾക്കാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ പോലത്തെ അല്ല, സാധാരണ നമ്മുടെ മലയാളികൾക്കാണ് ഈ സ്വഭാവം ഉള്ളത്. താഴെ ഉണ്ട്, താഴെ ഉണ്ട്. സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോൾ എഴുതിയെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ പിന്നെ കുറവാണ്. എന്നാലും ആൾക്കാർ ചില എവിടെ ഉണ്ടാവുമല്ലോ കുറച്ച് കീടങ്ങള്, അവരാട്ടോ അല്ലേ. മലയാളികളെ കുറ്റം പറഞ്ഞല്ല, മൊത്തത്തിൽ പറഞ്ഞതാ. പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കാണ് ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതരുതെന്ന് പറയുന്ന. ഇല്ലല്ല, എഴുതരുതെന്ന് പറഞ്ഞാല് അവിടെ ഒന്ന് എഴുതി നോക്കും. ആ ഒരു മൈൻഡ് ഉള്ളത് മലയാളികൾക്കാണ് കൂടുതൽ. എനിക്ക് കംപ്ലൈന്റ് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഒരു ടവർ പോലെ, വാച്ച് ടവർ പോലെ, പക്ഷെ കയറാൻ പറ്റത്തില്ല കേട്ടോ, കയറാൻ പറ്റത്തില്ല. ഇതുണ്ടല്ലേ ഓടിന്റെ ഒക്കെ വേസ്റ്റ് ആട്ടോ, ഇതുണ്ടാക്കിക്കുന്നുണ്ടോ? ഇതെന്തോ തരത്തിലുള്ളൊരു ഓടാൻ തോന്നുന്നു. ഇതെന്താ പിന്നെ മാർബിളോ? ഓടിന്റെ വേസ്റ്റ്. ആ ഓടല്ല, ഓടെന്ന് പറഞ്ഞ പല തരത്തിലുള്ള ഓടുണ്ടല്ലോ. ഇതൊക്കെ വീടിന്റെ വേസ്റ്റുകളാ. ഇതിനുള്ളിൽ വേണ്ടല്ലേ, ഇതൊക്കെ ഓരോരോ കട്ടകളാ. പല തരത്തിലുള്ള കട്ടകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുക. മുകളിലുണ്ടോ, മുകളിൽ എന്തോ തരത്തിലുള്ള ഒരു കല്ലാട്ടോ. ഒന്ന് എഴുതിക്കോ മാക്ക്. നീയല്ലേ മഞ്ഞിലൊക്കെ മാക്കെന്ന് എഴുതി വെക്കുന്നേ. കണ്ടോ മൈൻഡ് ചാഞ്ചാടുന്നത് കണ്ടോ. ഇപ്പൊ ഞാൻ ഇല്ലായിരുന്നു ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തില് മാക്കെന്ന് എഴുതി വെച്ചായിരുന്നു. എനിക്ക് ആ സ്വഭാവമില്ല. നീ അവിടെ മഞ്ഞ് പോയിട്ട് വരെ മാക്കെന്ന് എഴുതിയതാ. അങ്ങനെ തെളിവിന് ആൾക്കാർ ഇവിടെ എഴുതുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ എഴുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനുണ്ട് 100 രൂപ. 100 രൂപയുള്ള ഫൈൻ. 100 രൂപ കൊടുത്താൽ അതെ തന്നെ, വെറുതെ അല്ല എല്ലാവരും പേര് എഴുതുന്നത്. ഇവിടെ ഒക്കെ കണ്ടില്ലേ, മൊത്തം കല്ല് ഇവിടെ ഒരച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇതെന്താ നാരങ്ങ കോർത്തിട്ടേക്കുന്നു? നാരങ്ങ കോർത്തിട്ടേക്കുന്നതാണോ? എന്നാ വാ താഴേക്ക് വാ. ഇതെന്താ ടാറോ? അയ്യടാ, ഇതൊക്കെ വെറൈറ്റി തരത്തിലുള്ള കല്ലുകളാണ്. ഇതുണ്ട്, നീ ഇതൊക്കെ ശ്രദ്ധിക്കേ. നീ എങ്ങോട്ടാ പോകുന്നേ? അയ്യാ കള്ളൻ. ആ നീ പോയിട്ട് പോരെ, ഞാൻ താഴെയുണ്ട്. ഞാൻ പിടിച്ചു കൊടുത്തല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഫുള്ള് കോമഡി ആട്ടോ. നിന്നെ ഇപ്പൊ പൊക്കും. എന്താ അവിടെ? ഓ അങ്ങനെ. എന്നാ അവരോട് അങ്ങനെ പറഞ്ഞാൽ മതി. അവന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ ഇവന് മേലോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ മേലെ കയറി എന്ന് പറഞ്ഞാൽ മതി. ദേ പൊക്കി. എന്താ പറയുന്നേ? ഇതിലേ ഇറങ്ങിക്കോ. അതെ, അവൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം കേട്ടോ, ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്താ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ കല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വാഷിംഗ് ബേസിൻ്റെ ഒക്കെ വേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഉണ്ട് മെയിനായിട്ട്. അതന്നെ വാഷിംഗ് മെഷീന്, കക്കൂസ്. പ്ലേറ്റിൻ്റെ പ്ലേറ്റാന്ന് തോന്നുന്നു. എവിടാ നീ ഇതുവരെ താഴെ ഇറങ്ങിയില്ലേ? ഉയരത്തിൽ നിന്ന് നമ്മളെല്ലാം വീക്ഷിക്കണം എന്നാ പറഞ്ഞത്. ഇറങ്ങുന്ന താഴേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട. നീ പറഞ്ഞോ, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ആ ഷെഡിനകത്ത് വെച്ച് അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒന്നുമില്ല, എനിക്ക് പേടിയാണ്. എനിക്കെന്താ പേടി? അവിടെയൊക്കെ കപ്പിളായിട്ട് ആൾക്കാർ ഇരിക്കുക. ഒരു മിനിറ്റ് തള്ളല്ലേ, ഹെൽമെറ്റ് പൊളിയും. ഏത് തള്ളല്ലേന്നാ ഉദ്ദേശിച്ചത്? ഞാൻ എന്നെ തള്ളല്ലേന്ന് ഉദ്ദേശിച്ചത്. ഇതുണ്ടോ, ഇതൊക്കെ ആൾക്കാർ ഇവിടുന്ന് പറിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ആ ഇലക്ട്രിക് വേസ്റ്റുകളല്ലേ, ഇലക്ട്രോണിക്സ് ഐറ്റംസുകളുടെ വേസ്റ്റ്. ഇതാ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയത് ഈ സംഭവം. ഇത് കാണാൻ നല്ല രസമുണ്ട്. എന്നാലും അയാളുടെ തലേ. ഇതുണ്ടോ, അതേ സാധനം വെച്ചിട്ട് ചെടികളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. വേറെ സംഭവം കല്ല് വെച്ചിട്ട്. ഏതേ, അതാ ഞാനും പറഞ്ഞത്. ഇതുണ്ടല്ലേ, കല്ല് വെച്ചിട്ട് ചെറിയ കല്ല് വെച്ചിട്ട് ഒരു ചെടി മോഡൽ. ഇതുണ്ടോ, ഈ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ കുറച്ച് ലേഡീസുകളും ഒക്കെ ഉണ്ട്. ഓലൊക്കെ ഒന്ന് ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറെ ഐഡിയ കിട്ടും കേട്ടോ. അതുപോലെ ഇതുണ്ടോ, നാരങ്ങ കോർത്തിട്ടേക്കുന്ന പോലെ ഒരു സാധനം കോർത്തിട്ടേക്കുന്ന. ചിക്കൻ ഇതേപോലെ ചെയ്യൂല. ചിക്കൻ ചെയ്യും, കമ്പിയെ കോർത്തിട്ട്. അതേപോലെ അതെനിക്ക് തോന്നുന്നു സിമെന്റാന്ന് തോന്നുന്നു. സിമെന്റ് ഉരുട്ടി കയറ്റി വെച്ചേക്കുന്നതാന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ തീറ്റ ആയോട്ട് അറിയുന്നതോട്ട് അത് കണ്ട ഉടനെ അത് ആദ്യം ഓർമ്മ വന്നല്ലേ.
തല കുത്താതെ നടക്കാൻ പോയിക്കോടാ. നിന്റെ സൈസിനാണ് ഇവിടെ എല്ലാ ഡോറും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഫ്രീ ആയി കണ്ട് തന്നത്. ഇത് കണ്ടോ, ഇവരെവിടെയും കുനിയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലായിടത്തും കുനിഞ്ഞു കുനിഞ്ഞു വേണം പോവാന്. എനിക്ക് തോന്നേ ഇയാൾ എന്റെ പോലത്തെ ഒരാളായിരുന്നു തോന്നുന്നുണ്ട്. അതായിരിക്കും, അയാൾക്ക് കൈ എത്തുന്നിടത്ത് മാത്രം എല്ലാം ചെയ്തിട്ടുള്ളല്ലേ? അല്ല, നിനക്ക് കൈ എത്തുന്നിടത്ത് മാത്രമാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആഹാ, എടാ ഇവിടെ വലിയൊരു കിണറുണ്ട്. ഇതിനകത്ത് സൂക്ഷിച്ച് എന്തിന് ഇതില് ആരോ അത് ഉറപ്പ് ഇട്ടിട്ടുണ്ട്. ഇവര് പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനായിരിക്കും എടുക്കുന്നത്? കഴുകാനിട്ടവല്ലോ ആണോ? സംഭവം എന്താന്ന് മനസ്സിലായോ നിനക്ക്? സംഭവം വെള്ളമൊക്കെ കോരുന്ന സാധനമൊക്കെ ഉണ്ട്. അവര് ഇവിടുത്തെ പണിക്കാർ വന്ന് അതിനകത്തുനിന്ന് പൈസയൊക്കെ എടുത്തിട്ട് പോയി. ഇപ്പൊ ഇനി എന്താ പറയാനുള്ളത്? ഇപ്പൊ എന്താന്ന് വല്ലതും മനസ്സിലായോ? സംഭവം ആരോ അതിനകത്ത് ഉറുപ്പി അങ്ങോട്ട് ഇട്ടതോ ഇനി അതിന്റെ പിന്നാലെ ആൾക്കാർ കൊണ്ടുവന്ന് ഇട്ടാണോ എന്ന് അറിയത്തില്ല. ഇതിനാണ് നമ്മൾ പൈസ എടുക്കുന്ന വെച്ചിട്ട് വന്ന് എടുത്താണോ? ഞങ്ങൾ ഇതിനകത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടിട്ട് അവിടുന്ന് വിസിലടിച്ചു. എന്നിട്ട് അവിടുന്ന് രണ്ടുപേരും വന്നിട്ട് അതിനകത്ത് കിടന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയി. നീ ഞാൻ പറഞ്ഞില്ലേ നീ കള്ളനാന്ന് ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു. അത് വിശ്വസിച്ചിട്ടായിരിക്കും. 10-20 രൂപ ഉണ്ടായിരുന്നു, 10ന്റെ ഒക്കെ തൊട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാറി അവിടെ ഇരിക്കാം. കുറച്ച് കഴിയുമ്പോ അതൊരു 500 രൂപ ആയിക്കോളൂ. രണ്ട് സൈഡും മൊത്തം വേസ്റ്റുകളാട്ടോ. മീൻസ് ടൈലിന്റെ വേസ്റ്റുകൾ. ഇതുണ്ടല്ലേ, കപ്പൊക്കെ കണ്ടോടാ. ഇതൊക്കെ നോക്ക്, കപ്പൊക്കെ ഇരിപ്പുണ്ട്. കപ്പിന്റെ സാധനങ്ങള്. അത് ക്ലോസറ്റിന്റെ ആയിരിക്കും. അതെന്താ നീ മണത്ത് നോക്കിയോ? ഇതൊക്കെ മണത്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വാഷിംഗ് ബേസിനോ? ഏത്? ഇതേതോ ചെറിയ കുട്ടീന്റെ. ചെറിയ കപ്പല്ലേ? പ്ലേറ്റ് ഒക്കെ കണ്ടല്ലേ? ഇയാൾക്ക് ഇത്രയും വേസ്റ്റ് എവിടുന്ന് കിട്ടിയാവും? ഇയാളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ. ഇയാള് ആ ടൈമില് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഇയാൾ ഈ ഫോറസ്റ്റിൽ വന്നിട്ട് ഇതൊക്കെ കെട്ടിയുണ്ടാക്കിയത്. എന്നാലും ഇത് ആരും അത്രയും കൊല്ലം അറിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തുണ്ടാക്കാ? നീ എന്തുണ്ടാക്കാനാ? ഇവിടെ കണ്ടോ ഓരോരോ മനുഷ്യന്റെ ഷേപ്പുകളില്. നീ മേലെ കയറിക്കോ. നീ അല്ലെങ്കിൽ എന്റെ വീഡിയോ വരുമ്പോ കണ്ടാൽ മതി. ഇവിടെ ഫുള്ള് ഓരോ സാധനങ്ങളാട്ടോ. ഇവിടെ കുറെ പേരുണ്ടോ? എടാ ഇതിന് മുകളിൽ ഒരുപാട് പേരുണ്ട്. അവിടെ ഉണ്ട് ഒരു ഡോൾ മ്യൂസിയം. എന്നാ നമുക്ക് ഡോൾ മ്യൂസിയം കണ്ടിട്ട് വരാം. ഇവിടെ ഇതിനകത്തൊരു ഡോൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഫേസ് 3 കയറിക്കോ. നിനക്ക് നല്ല സുഖല്ലേ? കുനിയണ്ട. പറ. 20 ഇല്ലാന്നോ? 20 ഏക്കർ എന്ന് പറഞ്ഞാൽ 20 ഏക്കർ ഫുള്ളി സംഭവം ഒന്നും ആവൂല. കുറച്ച് സ്ഥലത്ത് ഇത് ഉണ്ടാവുള്ളൂ. ബാക്കി ഫോറസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഭാഗത്ത് പോയില്ലേ? ഇതൊരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഈ സംഭവം. നമ്മള് ഫസ്റ്റ് പോയ സ്ഥലത്തേക്കാണ് പോകുന്നത് തോന്നുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങി നമ്മൾ ഇൻട്രോ പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇതുവരെ നമ്മൾ കണ്ടില്ലല്ലോ. അവിടെ എത്തുമായിരിക്കും. ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. ഇത്ര ഫാസ്റ്റില് പോകുന്നത്. അപ്പൊ നമ്മളിത് ഫേസ് 3ലേക്ക് പോവാ. വേറെ ഏതോ ഭാഗത്തോടാണ് ഇപ്പൊ പോകുന്നത്. എന്തായാലും നോക്കട്ടെ. കണ്ടോ? ഒന്നുമില്ല. നവാ തിരിച്ചു കയറി വാ. അവിടെ പോയി എത്തി നോക്കിയാലേ സമാധാനമാവുള്ളൂ. എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ മാസ്ക് ഇടണം, സോഷ്യൽ ഡിസ്റ്റൻസ്, ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോ എടുക്കരുതെന്നൊക്കെ. പക്ഷെ ആരും മാസ്ക് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ. അതുപോലെ ഇവിടെ എന്തോ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ളിൽ പണിക്കാരാടാ. എനിക്ക് തോന്നുന്നു വല്ല ഹോട്ടലും വല്ല ആയിരുന്നിരിക്കും. മീനും കൂടി ഇട്ടൂടെ? ഇതിപ്പോ ഏതാ? ഇത് നമ്മളിപ്പോ അതിനിപ്പുറം വന്നു. നമ്മൾ ആദ്യം പോയത് ഇതിനപ്പുറത്തായിരുന്നു. ഇപ്പൊ നമ്മൾ വേറെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടം. ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളെല്ലാം നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ വെള്ളച്ചാട്ടം കേട്ടോ. എല്ലാം റീസൈക്കിൾ ആണെന്ന് തോന്നുന്നു. വെള്ളം ആണോ? ആയിരിക്കും. ഓഹോ, നിനക്ക് വെള്ളം കണ്ടപ്പോ മനസ്സിലായി. മീനെന്തിനാ? അതും കൂടി ആവുമ്പോ കളർഫുൾ ആവൂലേ? ഓഹോ, ആ ബുദ്ധി ഇല്ല തോന്നുന്നു. ഞാൻ ഏതായാലും നിന്റെ അത്രയും വരത്തില്ലല്ലോ. ഇവിടെ ഉള്ള ആളല്ലേ. നമ്മളത്രയും മലയാളികളുടെ ആ ഒരു ഇത് വരില്ലല്ലോ. ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അതുപോലെ വെള്ളച്ചാട്ടത്തിന് അടുത്തായിട്ട് ഒരു 3-4 പെണ്ണുങ്ങൾ കുടത്തിൽ വെള്ളമൊക്കെ എടുത്തോണ്ട് പോസ് ചെയ്ത് നിൽപ്പുണ്ട്. അത് കണ്ടോ? 3-4 പെണ്ണുങ്ങളെ കണ്ടോ? വേറെന്താ വെള്ളച്ചാട്ടം കണ്ടുകൂടാ? ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പോലെ അല്ലേ? ഓഹോ, ഇത് കണ്ടല്ലേ? വെള്ളച്ചാട്ടമൊക്കെ അടിപൊളി കേട്ടോ. സംഭവം ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. അതുപോലെ അവിടെ ഒരു 4-5 സ്ത്രീകൾ നിൽപ്പുണ്ട്. ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതോ നീന്തുന്നതോ ഇത് ക്രോസ് ചെയ്യുന്നതോ ഒക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്.
എങ്ങനെയുണ്ട് സംഭവം? ഓ അതുണ്ടല്ലോ ആൾക്കാർ വേസ്റ്റ് അതിനകത്ത് ഇട്ടേക്കുന്നത്, മുട്ടായി കവറ് കാര്യങ്ങള്, അതാണ് അന്നെ പോലത്തെ പിന്നെ എന്നെ പോലെ അത് അവർക്കറിയാം, അതൊക്കെ വീഡിയോ കാണുന്നവർക്ക് എന്നെ നല്ലപോലെ അറിയാം. ആ ഇതുണ്ടോ മഴവില്ലുണ്ടോ? കണ്ടോ? ഇപ്രാവശ്യം കണ്ടൂലേ? സാധാരണ കാണണ്ടേ അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? മൊത്തം ദേ ഒരു കൊട്ടാരം പോലെ തോന്നുന്നുണ്ട്. എടാ വാ, അതാ അല്ല ഇതിലേ പോയിട്ട് അതിലേ വരും, എല്ലാ വഴിയും കണക്റ്റഡ് ആണ്. ആ ഇവിടെ വാ. ഇപ്പൊ ഒരു കൊട്ടാരത്തിൽ ഒരു കോട്ടേൻ്റെ ഒക്കെ ഫീലില്ലേ? മൊത്തം ബിൽഡിങ്ങുകൾ, അതിനുള്ളിൽ കൂടെ വെള്ളച്ചാട്ടം, ഒരു സിനിമയ്ക്കൊക്കെ സെറ്റ് ഇട്ട പോലെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. ആ ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളാണ്. ആ ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, ഇതൊരു ചെറിയൊരു മിനി തിയേറ്റർ പോലെ ഒരു ഓപ്പൺ തിയേറ്ററാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം കൂടെ ഇവിടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇടലുള്ളതാണ്. ഇവിടെ ഒരു വീഡിയോ ഇടലുള്ളതാണ്. ആ ദിലീപേട്ടൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇന്നൊന്നും ഇട്ടിട്ടില്ല, എല്ലാം ഓഫാ. അങ്ങനെ നമ്മളൊരു കോട്ടേൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ അകത്തോട്ട് പോവാട്ടോ. എന്താടാ സംഭവം? ഇത് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇത് ബമ്പം കോട്ട പോലെ, ഇതൊരു കോട്ടയായിട്ട് പ്രഖ്യാപിക്കാല്ലേ? ജയിലിന്റെ മറ്റേ മതിലുണ്ടാവില്ല. ആ ഇതിന്റെ ഹൈറ്റ് നോക്കി, എത്ര അതിന്റെ മുകളിലൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന ഒരു ഓപ്പൺ ഏരിയയിലേക്ക് പോകുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ, നമ്മൾ ഇത്ര അത് നോക്കിയാലല്ലേ മനസ്സിലാവും, അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇത്ര നേരം കണ്ട പോലെ അല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യം വന്നത് ആ ഭാഗത്ത് എവിടെയാ, നമ്മൾ അവിടെ എത്തി, ആദ്യം വന്ന സ്ഥലത്തെത്തി. ഇതിലേക്ക് കയറ്, ഇവിടെ എന്താ നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഓ ഇവിടെ ഇതാടാ മ്യൂസിയം. ഇവിടെ ഓരോ മീനുകളാട്ടോ അതിനകത്ത്. അവര് പക്ഷെ അതിനകത്തല്ലല്ലോ ഇട്ടേക്കുന്നേ. മെയിൻറ്റെയിൻഡ് ബൈ സീ ലൈഫ് അക്വേറിയം. ഇത് ഓരോരോ ടീമുകളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നോക്കുന്നു. അല്ല ഇതിനുള്ളിൽ ഓരോരോ ഇത് ആ ഒരു ബിൽഡിങ് തന്നെ, ഇതിനുള്ളിലാണ് അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. നടക്ക് വാ. നമ്മളെവിടെ ഡെറാഡൂണിൽ പോയപ്പോൾ സൂല് നമ്മൾ പാമ്പിനെ ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഉണ്ട് ഇന്നെന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. അതാ അകത്തോട്ട് കയറട്ടെ. നമ്മൾ ആദ്യം മീനിന്റെ സംഭവങ്ങൾ കണ്ടു. ഓ ഇവിടെ ഓരോ ഭീകര ജീവിയാ, ഇവിടെ ഓരോ ഭീകര ജീവികളെ കാണാൻ പോകും. അങ്ങോട്ട് നോക്കി കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ജീവിനെ. ഇതെന്താ പറയുക, പലതരത്തിലുള്ള കണ്ണാടികളാ, മിററാണ്. നോക്കി ഏത് കോൺകേവ് കോൺവെക്സ് ഒക്കെ ഉണ്ട്. അതെന്താ ഗ്ലാസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നെറ്റ് ചിലപ്പോൾ വലുതും പിന്നെ ബാക്കിയൊക്കെ ചെറിയ. എൻ്റെ ഇപ്പൊ നെറ്റ് മാത്രം കേട്ടോ വലുത്. ഈ ഗ്ലാസ്സിലോ അല്ല, ഇതില് തല കഴിഞ്ഞിട്ട് തല വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉടല് മുതല് അല്ലടാ തലയ്ക്ക് മുകളില് തല കുത്തി ഒന്നുമില്ല. ഓരോ ഗ്ലാസ് ഓരോ. എടാ നിന്റെ ഹൈറ്റിന് ഇവന്റെ ഹൈറ്റിന് വേറെ കേട്ടോ. അതന്നെ ഗ്ലാസിന്റെ മുകൾ ഭാഗത്തും വളവുണ്ട്. ഇത് കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ താഴത്ത് നിന്നിട്ട് ഇവിടെയാണ് വളവ് വരുന്നത്. അപ്പൊ ഇവൻ താഴെ ആയി. ഇവന്റെ ഹൈറ്റിന് നോക്കുമ്പോൾ നോർമൽ ഗ്ലാസ് ആണ്. ഇവിടെ നമ്മുടെ തലേന്റെ മുകളില് നമ്മൾ തല കുത്തിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ എന്താ ഉള്ളത് നോക്കാം. ഇത് വെറൈറ്റി ആയിട്ടോ. ഇത് നോർമലാണ്. ഇത് നോർമലൊന്നുമല്ല. അങ്ങോട്ട് നീങ്ങിക്കേ. താഴെ കാല് കാണുന്നുണ്ടോ എക്സ്ട്രാ? കണ്ടല്ലേ, താഴെ വേറെ നമ്മുടെ കാല് കാണാം. ബാക്കിയൊക്കെ നോർമൽ. പിന്നെ ഗ്ലാസിന്റെ മുകളിൽ നമ്മളുണ്ട്. അങ്ങോട്ട് നോക്ക്. ഗ്ലാസിന്റെ ഒരു ഇത് വളച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിലെന്താ ഉള്ളത്? രണ്ട് കാലല്ല, നിന്റെ ബാക്കോട്ട് നോക്കി, നിന്റെ ഇവിടെ നോക്ക്. ഗ്ലാസിന്റെ വളവ് അല്പം മോശമാണ്. വാ. അപ്പൊ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിഷിന് മീനിന്റെ ഒരു മ്യൂസിയം, അതുപോലെ ഈ ഗ്ലാസിന്റെ സംഭവം, ഇത് രണ്ടുമാണ് മെയിൻ. പിന്നെ ഇവിടെ കണ്ടല്ലേ, ഇവിടെ ഇപ്പൊ കറക്റ്റ് ഒരു കോട്ട എന്ത് ഫുഡുണ്ട്. അതുപോലെ ഇവിടെ അതേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നേരം നമുക്ക് എവിടെയും വെള്ളം പോലും കിട്ടത്തില്ലായിരുന്നു. ഈ ഭാഗത്താണ് ടോയ്ലറ്റ്, അതുപോലെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇൻട്രോ എടുത്ത ഗേറ്റ് ഇതേ ഇതിൻ്റെ ഉള്ളിലാട്ടോ. നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ സാധനങ്ങൾ ഇഡലി സാമ്പാർ കൊണ്ടുവരാം. ഇഡലി സാമ്പാർ, വട സാമ്പാർ. അതെ, ഇന്ന് നമ്മൾ ദിലീപേട്ടൻ നമുക്ക് ഉണ്ടാക്കി തന്നത് ഇഡലി ആയിരുന്നു. ഇഡലിയും ചമ്മന്തിയും. ഇഡലിയൊക്കെ 4 മാസത്തിന് ശേഷമാണ് കഴിക്കുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ ഫുഡിനുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാന്ന് വെച്ചു, പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചു. നിനക്ക് ഇന്ന് ഞാൻ പൊറോട്ട വാങ്ങിച്ചു തരട്ടെ. പൊറോട്ട കഴിച്ചിട്ട് എത്ര കാലമായി? 5 മാസം. അവൻ 5 മാസമായി. ഞാൻ 4 മാസം കഴിഞ്ഞു പൊറോട്ട കഴിച്ചിട്ട്. നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് പൊറോട്ട ആണ്. ഇവിടുന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ചാണ്ടിഘട്ടിലൊരു മലയാളി ഹോട്ടലുണ്ട് എന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം നമുക്ക്. ഇതെന്താ
വാവ്, ഇതുണ്ടല്ലേ, ഇതൊക്കെ ഓരോ ഇത് പട്ടം, പക്ഷെ ഇത് പറക്കത്തില്ല, പറക്കാത്ത പട്ട. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണോ? പിന്നെ ഇതെന്താ ഇതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിരിക്കും. ഇതെന്താ ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ, എന്താണോ സംഭവം? ഓ ഇത് അടിപൊളിയായിട്ടോ. ഇത് ഒട്ടകം. ഓ ഇത് കണ്ടില്ലേ, ഇവരുടെ അടുക്കള, വീടിൻ്റെ മുറ്റത്ത് അവർ ഫാമിലി ഇരുന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ. അവിടെ റൊട്ടി ഉണ്ടാക്കുക, ആലു പൊറോട്ട. ആ ചപ്പാത്തി അല്ല, കട്ടി കണ്ടിട്ട് ആലു പൊറോട്ട. സംഭവം നൈസായിട്ടോ. ഇത് കൊള്ളാം. മ്യൂസിയം. വീട് വീട് മറ്റേ കച്ചി സംഭവം, മറ്റേ പുല്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, എല്ലാവരുടെയും ഫേസിലേക്ക് ലൈറ്റൊക്കെ വരുന്ന പോലെ. സംഭവം നൈസായിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ ഒരമ്മയും മോളും കൂടി ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്. ഊഞ്ഞാലാടുന്നത്. ഓ പൊളി. ഇതാണ് ഡോൾ മ്യൂസിയം എന്ന് പറഞ്ഞവിടെ എഴുതി വെച്ചിരുന്നത്. ഡോള് കൊണ്ടുള്ള മ്യൂസിയം, പാവകൾ കൊണ്ടുള്ള മ്യൂസിയം. അറിയത്തില്ല, ഇവർക്കാവൂല. ഇവിടെ എന്തോ, ഇവിടെ അതേ ഉക്കയൊക്കെ വലിക്കുന്നു. ഇതല്ലേ ഉക്ക? ഇത് നിങ്ങളെ ഇതിനെ ചിരിക്കുന്നു. നിന്റെ ഹൈറ്റിന് പറ്റിയ ആരെങ്കിലും വേണേ കണ്ടുപിടിച്ചോ. ദേ അവിടെ ഇരിപ്പുണ്ട്. സംഭവം നൈസായിട്ട്. ഇതിലൊന്നും തൊടാൻ പാടില്ല. ദേ ഇവിടെയൊക്കെ ഓരോ ഫാമിലി. പെട്ടെന്ന് ആൾക്കാർക്ക് നിൽക്കുമ്പോൾ ഇത് ആളാണ് നമ്മുടെ മൈൻഡിൽ വരിക. ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെ പെട്ടെന്ന്. ഇതെന്താ സംഭവം? എടാ ഇവിടെ എന്തോ, ഇത് സ്കൂളാ. ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് അറിയില്ല, പക്ഷെ വന്ന് കാണുകയാണെങ്കിൽ ഓ ഇത് നൈസായി. എന്താ നിനക്ക് വേണ്ടേ? ഇത് കടയാ, ഷോപ്പാണ്. പക്ഷെ ഇത് പെണ്ണുങ്ങളുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. വളകളാണ് മൊത്തം. ഒരാൾ ഉള്ളിൽ ഇരിപ്പുണ്ട്, ഒരു ചേച്ചി പുറത്തുനിന്നൊരു രീതി വള വാങ്ങുന്നുണ്ട്. ചിന്താശേഷിയാണ് അടിപൊളിയായത്. കട മാത്രല്ല, കടയിൽ നിന്ന് വാങ്ങുന്നത് വരെ ഒരു ലൈവായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ. ഇത് ഈ പെണ്ണ്, ഇത് സ്വാമിയാണല്ലോ അല്ലേ? എന്ത് അല്ലേ? ഡ്രസ്സൊക്കെ നോക്കി നോക്ക്. പിന്നെ സ്വാമി പാന്റാണ് ഇടുക. ഇത് പാന്റാണോ? എന്നാ സ്വാമിയല്ല. ഇതെന്നാ ഈ ചേച്ചീനെ കാണാൻ വന്ന ആളാ. അല്ല, ഇത് സ്കാൻ ചെയ്ത് നോക്കുക, അപ്പൊ ചിലപ്പോ പറഞ്ഞു. ഇതെന്താന്ന് നമുക്കൊന്നും അറിയണല്ലോ. പറഞ്ഞ പോലെ നമുക്ക് നോക്കി നോക്കാം. സ്കാൻ ചെയ്തിട്ട് എന്താ കിട്ടുക നോക്കാമല്ലോ. ഷോപ്പ് കീപ്പർ. അതന്നെ, ഓരോന്നിനും പറ്റിയുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. ഇത് ഈ ഷോപ്പ് കീപ്പറിനെ പറ്റി. ഷോപ്പ് കീപ്പർ ഇത് വലിയ എരുമല്ലേ? പശുവോ എരുമയോ എന്തോ ആണ്. പാല് കറക്കല്ലേ? ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള സാധനങ്ങളെല്ലാം കാണിക്കുന്ന രീതിയിലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇത് നമ്മളിപ്പോൾ ഇത് സ്കാൻ ചെയ്തു. അപ്പോൾ ഇതൊരു കല്യാണ പരിപാടിയാണ്. ഇവിടുത്തെ ഒരു കല്യാണ പരിപാടിക്ക് അവരുടെ കോസ്റ്റ്യൂം എങ്ങനെയാവും, അവരുടെ പരിപാടികൾ എങ്ങനെയാവും. ചെക്കനെ കുതിരപ്പുറത്ത് കൊണ്ടിരുന്ന കണ്ടോ? അവരുടെ മുഖത്ത്, അവരുടെ കിരീടം, മുഖത്ത് എന്തൊക്കെ വെക്കും, അവരുടെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം. ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ പെണ്ണിനെ ഇങ്ങനെയാണ് കൊണ്ടിരുന്നത്. പെണ്ണിനെ എങ്ങനെയാണ് കൊണ്ടിരുന്നത്? പല്ലക്കില്. പല്ലക്കൊക്കെ എനിക്കറിയാം. പിന്നെ പല്ലക്ക് നമ്മൾ സിനിമ കാണുന്നതല്ലേ. പെണ്ണിനെ ഇങ്ങനെ, പക്ഷെ ഇതെവിടെയും കണ്ടിട്ടില്ല. കുതിരപ്പുറത്താണ് ചെക്കനെ കൊണ്ടിരുന്നത്. അതെല്ലായിടത്തും കാണാം. പക്ഷെ ഇങ്ങനെ രാജകുമാരി ഒന്നുമല്ല. അപ്പൊ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ, ഒരു കല്യാണ സദ്യ എവിടെ കൊടുക്കുന്നു, അതുകൂടെ നോക്കട്ടെ. അതിന്റെ പിന്നിൽ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു സംഭവം. ഇവിടെ ഒരു സ്വാമിജി ഇരിപ്പുണ്ട്. ഒരു ക്ഷേത്രം. സ്വാമിജീൻ്റെ മുമ്പിലിരുന്ന് ധ്യാനം ചെയ്യുകയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. ഇത് പുറത്തുനിന്നൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് ഇവർ തന്നെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതൊക്കെ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഡോൾ മ്യൂസിയം കിടിലായിട്ടോ അല്ലേ സംഭവം? ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതേപോലെ ആ സ്കാനറും, അത് ഞാൻ ഇവരായിട്ട് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാം. അതുപോലെ മ്യൂസിയത്തിൽ ഇരിക്കുന്ന മറ്റൊരു സാധനം കണ്ടോ? ഇതെനിക്ക് തോന്നുന്നത് നേക്സന്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന ലോറിയാന്ന് തോന്നുന്നു. ആ കാലത്ത് ലോറിയോ ആയിരിക്കടാ, പിന്നെ 100 കൊല്ലം പഴയ ലോറിയല്ലേ ഇത്. എനിക്ക് തോന്നുന്നത് വേസ്റ്റ് സാധനം
സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ഉപയോഗിച്ച സാധനമായിരിക്കും. ഇത് ഇപ്പം നമ്മളുള്ള സ്ഥലം കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഒരു ഫോട്ടോ മ്യൂസിയം കേട്ടോ. ഇവിടെ ഈ നേക്ചന്ദ് എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതുപോലെ പുള്ളിക്കാരന് കിട്ടിയ പുരസ്കാരങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പഴയ ഫോട്ടോകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് കണ്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥലം കണ്ടില്ലേ, നമ്മൾ ഈ ഇങ്ങനെ അറ്റത്തെത്തിയപ്പോൾ ഇവിടെ ഫുള്ള് ഇതുപോലുള്ള വലിയ വലിയ സംഭവങ്ങളാണ് കേട്ടോ. മുകളിലൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. മേലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. മെയിനായിട്ട് ആൾക്കാർ ഇവിടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് മോഡൽ, അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇവിടെയൊക്കെ വന്ന് കഴിക്കുകയൊക്കെയാണ്. ഇത് എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണ്. ഇത് നമ്മൾ വിചാരിച്ച സംഭവം അല്ല. ഒരുപാട് സ്ഥലത്താട്ടോ, ഒരുപാട് സ്ഥലത്തായിട്ട് പരന്ന് കിടക്കുകയാണ്. നമ്മളിപ്പോൾ കയറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞില്ലേ, 2 മണിക്കൂറിലേറെയായി. നമ്മൾ വന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് വെച്ചിട്ട് വന്നത്. ചെറിയ ഗാർഡൻ പോലെ എന്തായാലും ആവുന്ന കരുതിയത്. ചണ്ഡീഗഡ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും റോക്ക് ഗാർഡനിലൊന്ന് വന്ന് നോക്കുക. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് ഇപ്പോൾ മെല്ലെ തിരിച്ചിറങ്ങുകയാണ്. ഇനിയിപ്പോൾ വന്ന പോലെ തന്നെ തിരിച്ച് പുറത്തേക്ക് പോകണം, കുറച്ച് നടക്കാനുണ്ടാവും. അപ്പോൾ ഇനി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, ചണ്ഡീഗഡ് ഒരു മലയാളി ഹോട്ടലുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് പൊറോട്ട, കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പൊറോട്ട കഴിക്കണം. പൊറോട്ട കിട്ടുമെന്ന് നോക്കണം. പൊറോട്ട കിട്ടുകയാണെങ്കിൽ നമ്മൾ പൊറോട്ട ഒന്ന് കഴിക്കണം. ഒരു ആഗ്രഹം ഇവിടെ മലയാളി ഹോട്ടലുണ്ടെന്ന് കേട്ടപ്പോൾ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു മലയാളീൻ്റെ കടയുണ്ട്, ഒരു ഹോട്ടലും ഉണ്ട്, ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിനടുത്താണെന്ന് പറഞ്ഞത്. ഇവിടെ എന്ന് വെച്ചാൽ മൊത്തം സെക്ടറുകളാണ്, ഡൽഹിയിലെ പോലെ ഇങ്ങനെ ഓരോരോ സെക്ടറാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല. ഗൂഗിൾ മാപ്പിലാണ്ട് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഐഡിയ ഒന്നും മനസ്സിലാവത്തില്ല. റോഡ് കാര്യങ്ങളൊന്നും എല്ലാ ജംഗ്ഷനും ഒരുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലെ സെക്ടർ 47 എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നമ്മുടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മളത് മാപ്പിലൊക്കെ ഉണ്ട്, നോക്കി കണ്ടുപിടിച്ചത്. മസാല ദോശയ്ക്ക് ഇവിടെ 90 രൂപ, പ്ലെയിൻ ദോശ 80, ചീസ് മസാല ദോശ 130 രൂപ. ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അകത്തുണ്ട് മാക്കൊക്കെ. ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നത് പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് കയറി കാണിച്ചു തരാം. വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ? അകത്ത് കയറിയപ്പോൾ ഫുള്ളും മലയാളികളാണ്. അതുപോലെ നമ്മളെ കണ്ടപ്പോൾ മനസ്സിലായ ഒരു ടീമാട്ടോ. പേരെന്ന് പറഞ്ഞു? പ്രജീഷ്. കണ്ണൂർ, കോഴിക്കോട്, ഗുരുവായൂരല്ലേ? ഓക്കെ. ചാവക്കാട്, പിന്നെ കണ്ണൂർ, തലശ്ശേരി. ആഹാ, നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുള്ളവരല്ലേ? പിന്നെ ഉണ്ടോ? നിങ്ങള് എയർഫോഴ്സിൽ വർക്ക് ചെയ്യാല്ലേ? ആഹാ, അപ്പം എന്തായാലും കഴിക്കും. അപ്പോൾ ഇവർ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ കണ്ടപ്പോൾ നമ്മളെ മനസ്സിലായി, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ വളരെ സന്തോഷം. നമ്മൾ അറിയുന്ന ഒരു 1-2 പേരേലും ഇവിടെ ഉണ്ടല്ലോ. ഇവർ എയർഫോഴ്സിലുള്ളവരാണ്. അപ്പം അവർ ഫുഡ് കഴിക്കാൻ വന്നേ. അവർ നമ്മുടെ വണ്ടിയൊക്കെ എവിടെയും ചോദിച്ചു. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. പൊറോട്ടയും ഞങ്ങൾ ചില്ലി ചിക്കനും പറഞ്ഞു. ഇന്നൊരു ദിവസം നമ്മൾ ഗ്രാൻഡാണ് പൊറോട്ടയൊക്കെ കൂട്ടിയിട്ട്. പൊറോട്ടയ്ക്കൊക്കെ 30 രൂപയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇന്ന് നമ്മൾ ആവശ്യത്തിന് കഴിക്കും. ഇനി നമുക്ക് ഇതുപോലൊരു കേരള ഹോട്ടലൊന്നും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോ, ചേട്ടനാണോ ഓണർ? എവിടെ? നാട്ടിലെവിടാ? ആ, ഇവിടെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ചണ്ഡീഗഡിൽ സ്റ്റാർട്ട് ചെയ്ത് 5 വർഷം. ഓഹോ, 5 കൊല്ലമായിട്ട് ഇവിടെ. ഓക്കെ. ഇവിടെ മലയാളികളൊക്കെ ഉണ്ടോ? അതിന് മാത്രം നമുക്ക് ആരും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കാണുന്നത്. ആ, അപ്പോൾ ഇവിടെ ചണ്ഡീഗഡിൽ വരുന്നവർ കേരള കിച്ചണിലെ മാപ്പിലുണ്ട്, ഗൂഗിൾ മാപ്പിലുണ്ട്. ഞങ്ങളത് നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ചണ്ഡീഗഡ് വരികയാണെങ്കിൽ കേരള ഹോട്ടലുണ്ട്, വന്ന് നോക്കുക, ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അല്ല, 2 വാക്ക് പറഞ്ഞിട്ട് കഴിക്കുക. 5 മാസത്തിന് ശേഷമാണ് പൊറോട്ട കാണുന്നത്. ഇവിടുത്തെ നല്ല വലിയ പൊറോട്ട, അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അതിനൊന്നും നേരമില്ല. പെട്ടെന്ന് ആവുന്നില്ല.
അങ്ങനെ ആക്കിയല്ലോ. ടേസ്റ്റ് നോക്കി അപ്പൊ ക്യാമറ ഓഫ് ആക്കും. ഞാൻ ഒറ്റയാക്കി. മത്സരം വെച്ചാലോ? ഒരു മത്സരവും ഇല്ല, ആർക്കും വേണമെങ്കിലും എത്ര കഴിക്കാം. അത് എന്നോട് പറയണ്ട, ആ ഓണറിനോട് പറ. പുള്ളി സമ്മതിച്ചാ നീ അല്ലേ നേരെ അടുക്കള പോയിക്കോ, ഇവിടെ നിന്ന് ഒരാഴ്ച. മോറലൊന്നും ഇല്ലാന്ന് പറഞ്ഞ പുള്ളി. ഞാൻ ആദ്യം അതാ ചോദിച്ചത്. ഒരു കാര്യമാണ്, മൈദോട്ടില്ല എന്ത് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും ശരീരത്തിന് കേടാന്നറിയാം. അത് ഇത്ര പൊറോട്ട നാട്ടിൽ തിന്നും. ഞാന് ഇതാണെങ്കിൽ ഈ വലിപ്പമില്ലതാണെങ്കിൽ എന്തായാലും ഒരു 6 കഴിക്കും. തെള്ളാണെന്ന് പറയും കേട്ടോ. സത്യം അറിയണ പൊറോട്ട എനിക്ക് ഇഷ്ടം. പൊറോട്ട പപ്സ് ഞാനും എടുക്കട്ടെ. എന്താ ഇന്നെ പേടിച്ചിട്ടൊന്നല്ല, നീ കഴിക്കുന്നത് ഞാൻ നോക്കിയിരിക്കട്ടെ. ഞാൻ 4 മാസം നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് 4 മാസത്തിന് ശേഷം നല്ല നല്ല മുരിഞ്ഞ പൊറോട്ടയാണ്. നല്ല ചൂടുണ്ട്. നമ്മുടെ സാധാ കേരളത്തിലെ നോർമൽ പൊറോട്ട തന്നെ കേട്ടോ. കഴിയോ? നീ ഓഫാക്ക്, നീ ഓഫാക്ക്. മറ്റേ പാതുവാസില് കഴിക്കൂലേ ക്യാമറന്റെ? അതാണ് ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഡീസന്റ് ആയിട്ടൊന്ന് കഴിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ക്യാമറന്റെ മുമ്പിലാവുമ്പോ നമ്മള് ഡീസന്റ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ. മൊത്തത്തിൽ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഇതേ ചണ്ഡീഗഡിലുള്ള കേരള കിച്ചൺ. എങ്ങനെയുണ്ടായിരുന്നു? പൊറോട്ട കഴിച്ചിട്ട് എന്താ അഭിപ്രായം? ഞാൻ 1 കഴിച്ചു, ഈ 3 കഴിച്ചാ. ഇവര് 5-6 കഴിക്കുന്നു പറഞ്ഞു. ഞാൻ 2 കഴിച്ചോളൂ. വലിയ പൊറോട്ടയാണ്, നമ്മൾ അങ്ങനെ കഴിക്കലില്ല. പൊറോട്ടയും ചിക്കനുമാണ് പറഞ്ഞത്. ഇവിടെ ചിക്കനാണ് മെയിൻ. നീ എത്ര പൊറോട്ട തന്നു? 1. ഇവന്റെ ശരീരം വെച്ചിട്ട് ഇവനെ ഒരിക്കലും വിലയിരുത്തില്ലേ. 3 എണ്ണം. എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്? അതുപോലെ മറ്റേ സാധനം കാണിച്ചേ. ഇവന് നമ്മളൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു കേട്ടോ. കാരണം എല്ലാവരും പറയുന്നത് ഹെൽമെറ്റ് വാങ്ങുന്നത്. പിന്നെ ഇവിടെ ചണ്ഡീഗഡിലും 2 ഹെൽമെറ്റ് മസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഒരു ഹെൽമെറ്റ് അങ്ങ് വാങ്ങിച്ചു. അത് സെറ്റായി. ഇഷ്ടപ്പെട്ടോ? ഞാൻ പറയണില്ല, കഴിഞ്ഞതിൽ തന്നെ കൗണ്ടർ അടിച്ചിട്ട് വിഷയമായിരിക്കും. പെണ്ണൊന്നല്ലല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മള് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് പോകാമെന്നായിരുന്നു. നമ്മളിവിടെ വന്നിപ്പോൾ പൊറോട്ട കഴിച്ചു. രാവിലെ നമ്മൾ ഇഡ്ഡലി ആയിരുന്നു. നമുക്ക് ദിലീപേട്ടന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് കപ്പയാണ്. അപ്പോൾ ഇവിടെ തന്നെ മലയാളീൻ്റെ വേറൊരു കടയുണ്ട്. അവിടെ പോയിട്ട് കപ്പ വാങ്ങണം. ഒരു 1 കിലോ കപ്പ വാങ്ങിച്ചിട്ട് കപ്പ പുഴുങ്ങാനാണ് പ്ലാൻ വൈകുന്നേരം. നിനക്ക് കഴിക്കണ്ടേ? പൊറോട്ട കുറച്ച് കഴിച്ചു, അതുകൊണ്ടാണ് 3 പൊറോട്ട കഴിച്ചുള്ളൂ. ബാക്കി കപ്പ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു കട ഉണ്ടെന്നാണ് പറഞ്ഞത് മലയാളീൻ്റെ. അവിടെ ചെന്ന് നമുക്ക് കപ്പ കിട്ടും. അപ്പോൾ വിളിച്ച് ഇപ്പോൾ ചോദിച്ചു കപ്പ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പോയി നോക്കുക. അപ്പോൾ ഇനി എവിടുന്നേലും മലപ്പുറം ഭാഷയിൽ കപ്പൊക്കെ എന്താ പൂള. ട്രെയിനൊക്കെ വരികയാണെങ്കിലും മണാലിക്കൊക്കെ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാമോ. ഇതിലെ ട്രാവൽ ചെയ്ത് പോകുന്നവരൊക്കെ മാപ്പിൽ അടിച്ച് നോക്കിയിട്ട് ഇവിടെ എത്താറുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ നൈസാണ്. നമുക്കിതൊക്കെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. നമ്മൾ നീതി വാലിയിലേക്ക് പോയപ്പോൾ നമ്മൾ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. ഇതൊരു അയ്യപ്പ ക്ഷേത്രം. അതുപോലെ ചണ്ഡീഗഡിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് മലയാളത്തിൽ ശരണമയ്യപ്പ. ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ സന്തോഷം. ഒരു പക്ക ഒരു കേരള ടച്ച് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. അതുപോലെ ഇതൊരു മാവാണ്. മാവിൻ്റെ ചുവട്ടിലൊരു തറയൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലേ? നിനക്കൊരു കേരള ടച്ച് തോന്നുന്നുണ്ടോ? ആ സൈഡ് നോക്കരുത്, ഈ സൈഡ് മാത്രം. ക്ഷേത്രവും ഈ അവിടെ ആൽമരം കണ്ടോ? ആൽമരവും മാവും മൊത്തത്തിൽ ഇത് ഉണ്ടല്ലേ. കുറേ കിളികളുടെ ശബ്ദവും ദേ അവിടെ ഉണ്ട് ആല്, അതിൻ്റെ ഉള്ളിലും ഉണ്ട് ആല്. അടിപൊളിയാ. ഹെൽമെറ്റ് ഒന്ന് വെച്ചേ 1 മിനിറ്റ് ഊരില്ലേ. ഹെൽമെറ്റ് വെച്ചേ. ഹെൽമെറ്റ് വെച്ച മാക്ക്. അതിന് നമ്മൾ എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുത്ത്. ഹെൽമെറ്റ് കൊണ്ട് മുങ്ങിയാണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉള്ളൊരു മാർക്കറ്റിലാട്ടോ ഞങ്ങൾ കപ്പ വാങ്ങാൻ വന്നത്. ഇവിടെ കപ്പയും കാച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു കേരള സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? രാജു. റാന്നിയിലല്ലേ? ഇവിടെ എത്ര നാളായി? ഇവിടെ 41 വർഷമായി. 41 വർഷമായിട്ട് ഇവിടെ കടയിട്ടിട്ട് ജീവിക്കുക? കട തുടങ്ങിയിട്ട് 30 വർഷം. ഫാമിലി ആയിട്ട് ഇവിടെ ആണോ? അപ്പോൾ നാട്ടിൽ നിന്നാണ് സാധനങ്ങളൊക്കെ ഇറക്കുന്നത്? തൃശ്ശൂരിന്നോ? ഓഹോ. അപ്പോൾ കൊറോണ ആയപ്പോൾ എങ്ങനെയായിരുന്നു? കൊറോണ ആയിരുന്നപ്പോൾ പിന്നെ ഡൽഹിയിലെ പിന്നെ ട്രക്കിന് വരുമായിരുന്നു. പിന്നെ അല്ലെ മംഗള ഉണ്ടായിരുന്നു, മംഗളയ്ക്ക് വരുമായിരുന്നു. ഓഹോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടൂലേ? മിച്ചർ, പഴം, കൈലി, തോർത്ത്, സാരി, ഇഡലി പാത്രം, പൊട്ടുകുടം, അല്പം സ്വല്പം എല്ലാം. അരി എല്ലാം നാട്ടിലെ അരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അരി ചുവന്നരി. തോർത്ത് വേണം നിനക്കൊരു തോർത്ത് വേണ്ട? ഒരു തോർത്ത് കേൾക്കാം. പിന്നെ അയില, മത്തിയൊക്കെ അതൊക്കെ നാട്ടിൽ നിന്നാണോ അതോ നാട്ടിലെ? ഉണക്കമീനൊക്കെ ഉണ്ടോ? ഉണക്കമീനുണ്ട് ഇഷ്ടം പോലെ. ഇതാ ഉണക്കമീനല്ലേ?
ഉണക്കമീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. യൂട്യൂബിൽ കാണാൻ നമ്മുടെ പേര് കേരളയിൽ നിന്നാണ്. കേരളയിൽ നിന്ന് ടൈപ്പ് എടുത്തത് നമ്മുടെ വീഡിയോ എല്ലാം വരും. നാളത്തെ വീഡിയോയിൽ ചേട്ടനും ഉണ്ടാവും. കേരളീയൻ. ആ ചേട്ടന് ഫോണുണ്ടോ? ഞാൻ സെറ്റാക്കി തരാം. ഓഹോ ഫാമിലി ഒക്കെ ഇവിടെ ആണോ? ഓ എന്ന് പറഞ്ഞൊരു എന്തോന്നാണ് അതിനകത്ത് നോക്കണേ. അത് പപ്പാടെ ഈ കടയില എടുത്തിട്ട് പ്രോഗ്രാം വന്നോ നിങ്ങളെ? കേരളീയൻ. നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ കടയുടെ എടുക്കണം. ഓക്കെ സെറ്റ്. എല്ലാരും കാണട്ടെ. അതന്നെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ദിലീപേട്ടൻ്റെ വീട്ടിൽ തന്നെ വന്നു. അതേ സൺസെറ്റൊക്കെ ആവാനായി. ഇന്ന് ഫുള്ള് ഒരു ഔട്ടിംഗ് ആയിരുന്നു. നമ്മുടെ കപ്പയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇന്നിപ്പോൾ മൊത്തത്തിൽ ഫുഡൊക്കെ നൈസായിരുന്നു കേട്ടോ. എന്തായാലും പൊറോട്ട കഴിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാക്ക് പൊറോട്ട കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ആകെ അവശനായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. മാക്ക് എന്താ കിടക്കുന്നത്? കിടക്കുക എണ്ണീക്കണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. സോഡക്കകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് സോഡയൊക്കെ കുടിച്ചിട്ട് കിടക്കുക ദഹിക്കാൻ വേണ്ടിട്ട്. 3 പൊറോട്ട നീയാണ് 6-7 പൊറോട്ട തിന്നെന്ന് പറഞ്ഞേ. ആ 3 പൊറോട്ട തിന്നപ്പോ തന്നെ മത്സരം വേണ്ടാന്നാ പറഞ്ഞത്. അല്ല നിനക്ക് കഴിക്കണമെങ്കിൽ എത്ര വേണേലും കഴിക്കായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല കഴിച്ചോളാനെ. പൊറോട്ട ഇനി കിട്ടത്തില്ല. പൊറോട്ട കിട്ടുമ്പോ കഴിച്ചോണം. നമുക്ക് അതുപോലെ നമ്മൾ ആ കേരള സ്റ്റോറി പോയപ്പോ ഇവനെ കണ്ടിട്ട് നിനക്ക് തന്നാ ഇവനെ കണ്ടിട്ട് നമ്മൾ ഇവന് ഒരു തോർത്തൊക്കെ വാങ്ങിയായിരുന്നു. നമ്മുടെ അത് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചാ. നമ്മളിവന് ഒരു തോർത്തൊക്കെ വാങ്ങിച്ചു. തോർത്ത് വാങ്ങിച്ചപ്പോൾ പുള്ളിക്കാരൻ രാജൻ ചേട്ടന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരന് തോർത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പൈസ നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ ഞങ്ങൾക്ക് പോകാൻ നേരത്തെ നല്ല നാട്ടിലെ 4 നേന്ത്രപ്പഴം. നാട്ടിലെ പഴമാ. ആ കഴിക്കണം. പുള്ളിക്കാരൻ എന്തായാലും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ നമുക്ക് 4 നേന്ത്രപ്പഴമൊക്കെ എടുത്തു തന്നു. പുള്ളിക്കാരൻ കുറേ കാലമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ചാണ്ടിഗഡിൽ ഒരു ദിവസം ഒന്ന് ഹാൾട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ദിലീപേട്ടൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത്. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കുറേ എയർഫോഴ്സിലെ കുറേ ആൾക്കാരെ കണ്ടു. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ്. അതിൽ കുറേ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നമ്മൾ പഞ്ചാബിലേക്കാണ്. നാളത്തെ വീഡിയോ നമ്മളിവിടുന്ന് അമൃത്സറിലേക്ക് എങ്ങോട്ടേലൊക്കെ പോകും. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് നമ്മൾ അങ്ങനെ വലിയ പ്ലാൻ ഇല്ലാണ്ടാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് ഇനി പഞ്ചാബിൻ്റെ കാഴ്ചകളായിരിക്കും. പഞ്ചാബിൽ എല്ലായിടവും ഒന്നും പോകുന്നില്ല. നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകും. എന്തായാലും നേരെ പോകുന്ന അമൃത്സറിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.